കാരണം പടത്തിലെ സംവിധായകനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒരു പടത്തിന്റെ കാര്യങ്ങളിലെ പറയുമ്പോൾ സംവിധായകന്റെ ഒരു റോളുണ്ടല്ലോ, എന്തൊരു സംവിധായകൻ പറഞ്ഞില്ല. സംവിധായകന്റെ പേര് സിദ്ദിഖ് മെയ്ഗോൺ എന്നാണ്. ഞങ്ങൾ SM എന്ന് പറഞ്ഞൊരു ഷോർട്ട് പേരിലാണ് പോസ്റ്ററിലൊക്കെ കാണാം. അപ്പൊ അത് SM എന്നാണ് അതിന്റെ ഷോർട്ട് ഫിലിം നെയിമായിട്ട് ഇട്ടിരിക്കുന്നത്. സിദ്ദിഖ് മെയ്ഗോൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ കൊക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മുടെ കൂടെയുള്ള ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിന്റെ കൂടുതൽ 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ പോയി. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയാ പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് വേറെ പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങി. അത് നമ്മൾ പോലും അറിഞ്ഞിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തെ ഒരു സ്വന്തം അനുജനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം. അപ്പൊ അത് നമ്മൾ അവരോട് ചോദിച്ചു. അപ്പൊ അങ്ങനെ പടം റിലീസ് ആവുന്നതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് തോന്നിയിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ മൂപ്പരങ്ങനെ ഒരു പിടുത്തം തരാതെ മാറി മാറി നടക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം, കണക്ഷൻസ് ഉണ്ട്, ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മൾ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. പക്ഷെ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തിട്ടില്ല. എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട് പ്രൊജക്ട്. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയൊരു സാമ്പത്തിക പ്രശ്നം നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള ഒരു വിഷയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തതിനെക്കാട്ടി മുന്നേ നമുക്കൊന്ന് വന്നിരുന്ന് സംസാരിക്കണം, എല്ലാം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് തയ്യാറായില്ല. ഇനിയിപ്പോൾ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ലീഗലായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ. ഞങ്ങൾ ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സോങ് അതുപോലെ ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും നമ്മളിത് രണ്ടും ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അന്ന് മുതൽ തന്നെ നമ്മൾ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം സഹകരിക്കാത്തതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള ചില ചതികൾ കാണിച്ചതുകൊണ്ടും നമ്മളെ കൂടെയുള്ള ടെക്നീഷ്യന്മാരായാലും നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പേര് വെക്കണ്ട, അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ പോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാം, അതുപോലെ ചിലപ്പോൾ ആ പേര് വെച്ചിട്ട് പിന്നെ വേറൊരു പ്രൊഡ്യൂസറിനും കൂടി പറ്റിക്കാൻ നിൽക്കണ്ട എന്നുള്ള ഒരു സൂചന എല്ലാം കൊടുക്കാമെന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ നമ്മളത് അദ്ദേഹത്തെ ഇപ്പൊ കാണാത്തത്. പക്ഷെ വർക്കിന്റെ വൈസ് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കംപ്ലൈൻസ് ഉണ്ട്. ചെയ്ത വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ലല്ലോ. നമ്മൾ പറ്റിക്കുന്ന ചില ബഡ്ജറ്റിലേക്ക് പോയി. അതുപോലെ ഇൻവെസ്റ്റർ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ടീമായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. ഈ പ്രോജക്റ്റിലും അദ്ദേഹം പറ്റിച്ചിട്ടുള്ളതാണ്. ഈ പ്രൊജക്റ്റിൽ ഞങ്ങളോട് പറഞ്ഞ ബഡ്ജറ്റിന്റെക്കാൾ 3 ഇരട്ടിയിൽ കൂടുതൽ പോയി. അത് ഞങ്ങൾക്ക് പതിയെ മനസ്സിലായിക്കൊണ്ടിരിക്കുമ്പോഴും അത് കുഴപ്പമില്ല, അങ്ങനെ അതൊക്കെ സംഭവിച്ചോളും എന്നുള്ള, ഒരാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ നീതി രക്ഷപ്പെടാൻ പോകും എന്നുള്ള ധരിക്കുന്ന ഒരുപാട് സംവിധായകരുണ്ട് ഇവിടെ. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ആ ബഡ്ജറ്റും പറ്റുന്ന ഒരു പടം എടുക്കാൻ പറ്റിയ കുഴപ്പമൊന്നുമില്ല. എത്രയായിരുന്നു ബഡ്ജറ്റ് പറഞ്ഞത്? ബഡ്ജറ്റ് ഒരു 60 to 80 lakhs ഒക്കെയാണ് പറഞ്ഞിരുന്നത്. അതിനെക്കാട്ടി ഒരു ഡബിളിന് മുകളിൽ പോയി പടം. അപ്പോ അങ്ങനെ ഹലോ ആ പറയും. ഈ സിനിമയുടെ പേര് ലീച്ച് ബഡ്ജറ്റിന്റെ പറഞ്ഞല്ലോ. നമുക്കിപ്പോ എല്ലാം കൂടി ഇപ്പൊ റിലീസ് എല്ലാം അടക്കാകുമ്പോഴേക്കും ഒരു അറൌണ്ട് 2 CR അടുത്തോളം ബഡ്ജറ്റ് വരും. അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നമ്മള് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ സുഹൃത്ത് എന്നുള്ളതിൽ തന്നെയാണ് തുടങ്ങിയതെല്ലാം. അദ്ദേഹത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറായിട്ട് നമ്മൾ കണ്ടതല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പൈസയുണ്ട് എന്ന് കണ്ടിട്ടും നമ്മൾ ചെയ്തതൊന്നല്ല. അദ്ദേഹത്തിന് കയ്യിൽ നല്ല കഥകളുണ്ട്, ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ട്, നല്ല പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതിലിപ്പം ബഡ്ജറ്റ് കൂടിപ്പോയാൽ നമുക്ക് അടുത്ത പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്കത് കവറപ്പ് ചെയ്യാം എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നുണകളിൽ നിന്നും നുണകളിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്നു അങ്ങനെയുള്ള പൈസകളൊക്കെ വാങ്ങിയിട്ട് പിന്നെ ചോദിക്കുമ്പോൾ റെസ്പോൺസ് ഇല്ലാത്തൊരവസ്ഥ, കാണാൻ പറ്റാത്തൊരവസ്ഥ എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇപ്പം പറയേണ്ടി വരുന്നതാണ് ഈ പ്രൊമോഷൻ അല്ലെങ്കിൽ അദ്ദേഹം വരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അദ്ദേഹത്തിന്റെയും ഒരു ഫ്യൂച്ചർ ആയിരുന്നു സിനിമ. പക്ഷെ
നമ്മൾ മനുഷ്യന്മാര് എപ്പോഴും നമ്മൾ വിശ്വസിക്കണത് പോലെ ആവണമെന്നില്ലല്ലോ. അതിനാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ സിനിമ ഈ സിനിമയിലും ഒരു കഥാപാത്രങ്ങൾ അവിടെ പോയി ചെന്നപ്പെടുന്നതും അവർ വിശ്വസിക്കുന്നവർ തന്നെ അവർ ചതിക്കുന്നതാണ്. അപ്പൊ അത് നമ്മളെ സിനിമയിലും പ്രൊഡ്യൂസർ അസോസിയേഷൻ നടന്ന ഇഷ്യൂസ് അറിയായിരിക്കും. പല പ്രൊഡ്യൂസേഴ്സും പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പറ്റിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? പറ്റിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മീൻസ് എന്നെ സംബന്ധിച്ചോളം ബഡ്ജറ്റ് കൂടിപ്പോയി. അതിപ്പോ ഞങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഈ സിനിമക്ക് ബഡ്ജറ്റ് കൂടിപ്പോയി. ഞാനും അദ്ദേഹത്തൊക്കെ ചിന്തിച്ചിരുന്നത് ഈ പടം കഴിഞ്ഞാലും വേറെ പടങ്ങളും നമ്മുടെ ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിനിമ ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനല്ല, കൂടുതൽ പ്രൊജക്ട്സുകൾ ഉണ്ടാവുക. ചിലപ്പോൾ ചില പ്രൊജക്ടുകളിൽ നമുക്ക് നഷ്ടം വന്നേക്കാം, അടുത്ത പ്രൊജക്റ്റിൽ നമുക്ക് ലാഭം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം അദ്ദേഹം പറയുന്ന പോലെ ചിലപ്പോൾ കുറച്ച് കൂടിപ്പോയി, ആ റേറ്റ് കൂടിപ്പോയി, ഇത് റേറ്റ് കൂടിപ്പോയി എന്നൊക്കെ പറയാം. പക്ഷെ അതിലുപരി നമുക്ക് വിശ്വസിച്ച ഒരാൾ ചതിച്ചു എന്നുള്ളതാണ് ഇതിലുള്ള വിഷയം. അല്ലാണ്ട് പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ല. വിശ്വസിച്ച ആൾ നമ്മളെല്ലാരെയും നുണ പറഞ്ഞു നുണയിൽ പറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പൊ എന്നെക്കാളിയൊക്കെ മുമ്പേ പരിചയമുള്ള ആളാണ് ശ്രീ കിരൺ. ഇദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ഇതിൽ 3 പാട്ടുകളാണുള്ളത്. തമിഴിൽ 2-3 സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. എന്നെക്കാളിയൊക്കെ മുന്നേ പരിചയമുള്ള ആളാണ് അത് നമ്മുടെ ഡയറക്ടറായിട്ട്. പക്ഷെ അദ്ദേഹത്തെ പോലും എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളെ പോലും അദ്ദേഹം പറഞ്ഞു നുണകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലൂടെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ടൈറ്റിലിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടില്ല. സിനിമയുടെ ടൈറ്റിലും ഞങ്ങൾ SM എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ട്, കാരണം ആ പേര് വെച്ചിട്ട് അദ്ദേഹം വേറൊരാളെ പറ്റിക്കരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. 4 ലാംഗ്വേജിൽ ഇറങ്ങുന്നു, അത് അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. ആ രീതിയിലൊക്കെ വേറെ പറഞ്ഞു നടത്തുന്നു എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് വേറൊരു പ്രൊഡ്യൂസറെ അതായത് ഇപ്പൊ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ടെങ്കിൽ 3 ലാംഗ്വേജസിൽ ഇറങ്ങുമ്പോ പിന്നെ അതിനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു വേണമെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കേസ് കൊടുക്കാം. എന്റെ ഒരു വർക്ക് എന്റെ പേര് വെക്കാതെ ഇറക്കി എന്ന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ 4 ഇരട്ടി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ അദ്ദേഹം അനു പറഞ്ഞ പോലെ അദ്ദേഹം വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഷൂട്ടിന്റെ റഫ് എന്നല്ലാതെ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് പല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ് തീർത്തിരിക്കുന്നത്. സർ, നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ച് എന്നാണ്, അതായത് അട്ട. രക്തം കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അട്ടയ്ക്ക്. ഈ സിനിമയുടെ കാര്യത്തില് പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ? എന്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ രക്തം കുടിച്ചിട്ടില്ല. അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ്. പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു. ഒരു അട്ടയായിട്ട് തന്നെ നമ്മൾ ദേഹത്ത് ഒട്ടി നിന്നിരുന്നു. പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നതിലുപരി ഇപ്പൊ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ്. അപ്പം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. നിങ്ങളടുത്ത് പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്റെയും നിന്റെയും സ്വപ്നം ഒന്നാണ്, സിനിമ. അപ്പൊ ഞങ്ങൾ കൂടെ നിൽക്കാം. എൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടോ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാര്, സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത്. അപ്പൊ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ്, എന്റെയും സ്വപ്നമാണ്. അപ്പൊ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ജെന്യുവിനായിട്ട് അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്നെ വേദനിപ്പിക്കുന്നതും അതാണ്. എനിക്ക് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചു, സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെ പറ്റി വേറെ ആളോട് കുറ്റം പറയുക, അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്നത് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ മകളെ ഒക്കെ സിനിമയിലൊക്കെ അടുത്ത ചാൻസ് കൊടുക്കാം, പുതിയ പ്രൊജക്ട് ഓപ്പൺ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു. അത് ഭീമമായ പൈസകൾ അദ്ദേഹം വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടൊന്നും ഇവര് വരുന്നില്ല, ഇരുന്നിട്ട് അതിങ്ങനെ വീട്ടും. നമുക്കറിയാം അവരുടെ 0 ആണ് പൈസ. പക്ഷെ നമ്മളടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, ഒരുമിച്ച് പോകാം എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അദ്ദേഹം പിടിതരാതെ, ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നിറഞ്ഞതുകൊണ്ടാവണം പിടിതരാതെ മൂപ്പർ നടക്കുകയാണ്. അപ്പൊ എല്ലാതും തെളിവുണ്ട്. എന്നാൽ ഇത്രയൊക്കെ പണങ്ങളായിരിക്കില്ല, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ചിലപ്പോൾ ഭയന്നിട്ടായിരിക്കും. എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞു സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു, നിങ്ങളെ പറ്റിക്കുന്നു, നിങ്ങൾ എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്? അതല്ല പറഞ്ഞത്. ഞങ്ങൾ ഒരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത്. ഇപ്പൊ ഞാനും നിസാമൊക്കെ പണ്ട് മുതൽക്കുള്ള സുഹൃത്തായ പോലെ തന്നെ 4-5 വർഷമായിട്ട് നമ്മൾ സുഹൃത്തുക്കളാണ്.
5 വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങള്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ സിനിമ തന്നെയാണ്. അപ്പൊ എന്റെ സിനിമയിൽ ബഡ്ജറ്റ് കൂടി, അത് അയാൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് കുറച്ചെന്നോട് പറഞ്ഞു, ഇന്ന രീതിയിലൊക്കെ ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഞാൻ വലിയ കുറ്റം പറയുന്നില്ല. ഞങ്ങൾ സംഭവിച്ചു, ആ സിനിമ സംഭവിച്ചു, ബഡ്ജറ്റ് കൂടി. പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട്, അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ്. അതാണ് അവിടെ വിഷയം. നമ്മളങ്ങനെ ഒരു ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം 5 ലക്ഷമായിട്ടും 10 ലക്ഷമായിട്ടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യാം, ഞങ്ങൾ അതിന് അഡ്വാൻസ് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി. പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മുപ്പര് നിൽക്കാത്തത് മാത്രമാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെ ആൾ പറ്റിക്കപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോ അച്ഛനില്ലാത്ത കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ സംവിധായകനില്ലാത്ത സിനിമ എന്ന രീതിയിലാണോ ഇനി ഈ സിനിമ പുറത്തുവരാൻ പോകുന്നത്? സംവിധായകനില്ലാത്ത സിനിമ എന്ന് പറയണ്ട, നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വർക്ക് തന്നെയാണ്, അത് ഒരു സംശയമില്ല. അപ്പൊ അതങ്ങനെ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ടൂളായിട്ട് അദ്ദേഹത്തിന് ഫുൾ നെയിം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട എന്നുള്ള എല്ലാവരും തീരുമാനിച്ചതുകൊണ്ടാണ്. ചിലപ്പോ അച്ഛനില്ലാത്ത കുട്ടിയും ലോകത്തിൽ എവിടെയൊക്കെ നേടിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ. നമ്മൾ സിനിമ ഇപ്പൊ നമ്മൾ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പ്രോജക്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അന്വേഷിക്കൂല അയാൾ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ ആരെങ്കിലും പരിചയമുണ്ടോ, ഇൻഡസ്ട്രിയിൽ എത്രത്തോളം ഡെവലപ്ഡ് ആയ ഒരാളെന്ന് നമ്മൾ ഉറപ്പായിട്ട് അന്വേഷിക്കും. അദ്ദേഹം ഇതിന് പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറെ മുന്നേ ഒരു കുട്ടികളുടെ സിനിമ ചെയ്ത് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിവില്ലാത്തൊരു സംവിധായകനല്ല എന്ന്. ഈ വർക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഫ്രെയിംസ് ആയാലും അതിന്റെ ബ്യൂട്ടി ആയാലും. ഇപ്പം ഓരോ ഞാൻ ഈ പറഞ്ഞ ലെൻസ് യൂസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് ധാരണയുള്ളതുകൊണ്ട് തന്നെയാണ് അത് അനാമോർഫിൽ തന്നെ ഷൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്ക് വേറെ വെച്ച് ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ നോളജ് ഇല്ലാണ്ടില്ല, നമ്മളെ ഡിസ്കഷനിലൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ സംഭവിച്ചാണ്. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കഴിവില്ലാത്തവന്റെ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ചെയ്തിട്ടുണ്ട്, വർക്ക് മോശമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്.